നമ്മൾ ഏതെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ 5 ഡേയ്സ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് അതിന് ഇൻട്രസ്റ്റിംഗ് ആയി കുറഞ്ഞു വരും. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളത് നിർത്തിപ്പോകും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ സ്കില്ല് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. സോ വി ഹാവ് ദി ക്ലാരിറ്റി ഇഷ്യൂ. നമ്മൾ മനുഷ്യന്മാർക്ക് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര കാലം ചെയ്യണം, ആ കാര്യങ്ങളിലെല്ലാം നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക? ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു തിങ്ക് ഇൻ ടേംസ് ഓഫ് സിസ്റ്റം. ഒരു സിസ്റ്റം ലെവലിൽ തിങ്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ക്ലാരിറ്റി കൂട്ടാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു ഡേയിലെ ടൈം ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വാണ്ട് ടു റീഡ് എ ബുക്ക്, ഒരു ബുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കലണ്ടറിലോ ടൈം ടേബിളിലോ ഞാനൊരു സ്പെസിഫിക് ഹാഫ് ആൻ അവർ അതിനുവേണ്ടി ബ്ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു കലണ്ടർ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആക്ഷൻസ് കൺട്രോൾ ചെയ്യാം. ഇതാണ് ടൈം ബ്ലോക്കിംഗ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് മൈ കാലണ്ടർ, ദിസ് ഈസ് മൈ നോഷൻ കാലണ്ടർ. ഇതിൽ ഞാനെല്ലാം ടൈം ബ്ലോക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേൾഡ് ഫേമസ് ബുക്കായിട്ടുള്ള അറ്റോമിക് ഹാബിറ്റ്സിൽ ജെയിംസ് ക്ലിയർ പറയുന്നുണ്ട്, ഒരു ഹാബിറ്റ് അത് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലും അത് നടക്കണമെന്നുണ്ടെങ്കിലും ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു ടാസ്ക് ചെയ്യുന്നത് എപ്പോഴാണെന്നും അത് എവിടെയാണെന്നും ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് വെക്കുക. അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ തന്നെ ക്ലാരിറ്റി ഒരുപാട് കിട്ടും. അങ്ങനെ ക്ലാരിറ്റി കിട്ടിയാൽ ഗസ് വാട്ട്, വി ആർ മോർ ലൈക്ലി ടു ഡു ദാറ്റ് പെർട്ടിക്കുലർ ആക്ടിവിറ്റി, പെർട്ടിക്കുലർ ടാസ്ക്. സോ യു ഗോട്ട് ദി ക്ലാരിറ്റി, റൈറ്റ്? ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് സം സ്കിൽസ്, നിങ്ങൾക്ക് ഏതെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു നീഡ് ക്ലാരിറ്റി. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നോഷൻ കലണ്ടർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ കലണ്ടർ ഉപയോഗിക്കുക ലാപ്ടോപ്പിൽ. ഇനി ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ A4 ഷീറ്റ് എടുക്കുക, ഒരു ടൈം ടേബിൾ വരയ്ക്കുക, അത് ഡിഫൈൻ ചെയ്യുക, ഐഡിയൽ വീക്ക് സെറ്റ് ചെയ്യുക, എന്നിട്ട് കാർഡിനോട് ഒട്ടിച്ച് വെക്കുക, അതിനെ റെഫർ ചെയ്തിട്ട് മുന്നോട്ട് കാര്യങ്ങൾ നീക്കുക. ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് ദിസ് വൺ, യു വിൽ നെവർ ഗെറ്റ് എ ക്ലാരിറ്റി ഇൻ ലൈഫ്. എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ക്ലാരിറ്റി കിട്ടില്ല. സോ വി വിൽ നോട്ട് ഡു, നമ്മൾ ചെയ്യൂല. ഐ തിങ്ക് ടുഡേയ്സ് ടോപ്പിക് was about time blocking. I think you understood the concepts very well. And ഈ വീഡിയോ കണ്ടിട്ട് വെറുതെ അടുത്ത വീഡിയോയിലേക്ക് പോവാതെ നിങ്ങളൊരു കലണ്ടർ ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഓക്കെ, അല്ലെങ്കിൽ നോഷൻ ഉപയോഗിച്ച് തുടങ്ങുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. Overwhelmed by your daily to-do list? Try time blocking right on your laptop. Dedicate specific blocks of time to your most important tasks. Take control of your schedule and boost your focus.